പാഠം 994 ഒരു സത്യാന്വേഷണ പരീക്ഷണം. എന്താണ് ഇതുവരെ ഷർട്ട് മുണ്ട് തേച്ച് വെക്കാത്തത്? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് രാവിലെ നേരത്തെ പോകണമെന്ന്. അരമണിക്കൂർ നേരത്തെ പോയാ പോരെ? എല്ലാ ദിവസവും ഞാൻ ഇവിടുന്ന് പുറപ്പെടുന്നത് 9:38 30 മിനിറ്റ് നേരത്തെ എന്ന് പറഞ്ഞാൽ 9:08 ഇറങ്ങണം. 9:08 ഇറങ്ങണമെങ്കിൽ 8:55 കാപ്പി കുടിക്കണം. 8:55 കാപ്പി കുടിക്കണമെങ്കിൽ 8:45 ഷർട്ടും മുണ്ടും ധരിച്ചിരിക്കണം. ഇപ്പോൾ സമയം 8:15. ഇനി വെറും 30 മിനിറ്റാണ് അവശേഷിക്കുന്നത്. എന്റെ ദൈവമേ, 1 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ച് ആകാശബലം കഴിഞ്ഞു പോരുവോ? തീർച്ചയായും. നിനക്ക് ജീവിതത്തിൽ കൃത്യനിഷ്ഠ പാലിച്ച് ശീലമില്ല എന്നെനിക്കറിയാം. പക്ഷേ കെ മോഹനകൃഷ്ണൻ സാർ അത് പറ്റില്ല. കെ മോഹനകൃഷ്ണൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് എന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആ കഥ ഇനി ഇങ്ങോട്ട് വിളമ്പരുത്. ഇപ്പൊ എന്താണ് വേണ്ടത്? ഷർട്ട് മുണ്ടും തേച്ച് കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്യും. തീർന്നല്ലോ മോഹനേട്ടന്റെ പ്രശ്നം. എപ്പോഴെങ്കിലും ചെയ്തെന്നാ പോരല്ലോ. കൃത്യം 8:45 ഷർട്ടും മുണ്ടും തേച്ച് തന്നിരിക്കണം. 8:45 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷർട്ട് മുണ്ട് എഴുതി ഓടിക്കളയോ? ശരിയാണല്ലോ. മോഹനേട്ടാ, കൃത്യനിഷ്ഠ ഒരു നല്ല ഗുണമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അമിതമായാൽ അമൃതം വിഷം എന്ന് മോഹനേട്ട കേട്ടിട്ടുണ്ടോ? ആ, കൃത്യനിഷ്ഠ അമിതമായാലും പ്രശ്നമാണ്. ഈ ഭക്തിമൂത്ത് ഭ്രാന്താവുക, കള്ളു കുടിച്ച് ഭ്രാന്താവുക എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കൃത്യനിഷ്ഠ മൂത്ത് ഭ്രാന്താവുന്ന ലോകത്തിലെ ആദ്യത്തെ ആളായിരിക്കും എന്റെ മോനട്ടൻ. എന്താ ഫോണിലടിക്കുന്നത് കേട്ടൂടെ? എനിക്കറിയാലോ. എനിക്ക് പോയാ ഫോൺ എടുക്ക്. എന്റെ പൊന്നോ. ഹലോ, അതെ. മനസ്സിലായ ഉണ്ട്, കൊടുക്കാം. നിനക്കാണ് ഫോൺ. ആര്? സദാനന്ദൻ വക്കീൽ. അയ്യോ എന്റെ അമ്മേ, ഞാൻ എന്ത് ചെയ്യും? എന്ത്? ഞാൻ ഒരു കാര്യം ചെയ്യാൻ മറന്നുപോയി. മോഹനേട്ടാ, ഞാൻ തിരക്കിലാണ്, അങ്ങോട്ട് വിളിക്കാമെന്ന് പറ. പറയാൻ എനിക്ക് ബുദ്ധിമുട്ടാ, കാരണം ഞാനൊരു ഗാന്ധിയനാണ്. ഓ പ്ലീസ്, ഇപ്പൊ ഞാൻ സംസാരിച്ച പ്രശ്നമാവും. എന്തെങ്കിലും ഒന്ന് പറ. ഹലോ, ഭാമ വന്നിട്ടുണ്ട്, കൊടുക്കാം. അല്ല, സംസാരിക്കേ, കുഴപ്പമില്ല. ചോദിക്കോ. ഹലോ, അതെ സാർ, സത്യഭാമയാണ്. ഇല്ല സാർ, ഇന്നലെ വൈകിട്ട് സമയം കിട്ടിയില്ല. അതെ, അതെനിക്കറിയാം സാർ. ഇന്നലെ ചെല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നതാ. പക്ഷെ വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോ മണി 4 കഴിഞ്ഞു. പിന്നെ പിന്നെ എന്റെ ഒരു ബന്ധു ആശുപത്രിയിലായിരുന്നു. സോറി സാർ, ഒരബദ്ധം പറ്റിപ്പോയതാ. രാവിലെ കോടതിയിലേക്ക് വരുന്ന വഴി പീലിപ്പോസേട്ടനെ കണ്ട് ആ പേപ്പറെല്ലാം വാങ്ങിച്ചോളാം. അതെ അതെ സാർ, ഉറപ്പായിട്ടും. ഓ, എന്ത് പണിയാ മോണിറ്ററി കാണിച്ചത്? ഇന്നലെ വൈകിട്ട് 4 മണിക്ക് പീലിപ്പോസേട്ടൻ ഓഫീസിൽ പോയി ഒരു പേപ്പർ വാങ്ങണമെന്ന് സദാനന്ദൻ സാർ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതാണ്. ഞാൻ ഇന്നലെ ചെന്നില്ലെന്നും പീലിപ്പോസേട്ടൻ സദാനന്ദൻ സാറിനെ വിളിച്ച് പരാതി പറഞ്ഞിരിക്കുന്നു. അതോടെ നിൽക്കട്ടെ, നീ ഇന്നലെ എത്ര മണിക്കാ വക്കീൽ ഓഫീസിൽ നിന്ന് ഇവിടെ വന്നത്? 3 മണിക്ക്. പക്ഷെ നീ ഇപ്പൊ പറഞ്ഞത് 4 മണിക്കാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് എന്നല്ലേ? 4 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയ ആൾ എങ്ങനെയാണ് 3 മണിക്ക് വീട്ടിലെത്തുന്നത്? സമയത്തിന് മുൻപേ സഞ്ചരിക്കാനുള്ള കഴിവ് നിനക്കുണ്ടോ ഭാമേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് രക്ഷപ്പെടണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് ഉത്തരവാദിത്തമില്ലെന്നല്ലേ സാധാരണ സാർ വിചാരിക്കും. അല്ല, നിന്റെ ഏത് ബന്ധു ആശുപത്രി കിടക്കുന്നത്? മരിക്കാറായി. ഇപ്പൊ ആ ഫോൺ എനിക്ക് തരാതിരുന്നിരുന്നുവെങ്കിൽ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ കോടതി പോകുന്ന വഴി ആ പേപ്പർ വാങ്ങിച്ചോണ്ട് അങ്ങ് പോവുകയും ചെയ്തേനെ. പേപ്പർ കൈ കിട്ടിയ പിന്നെ സാധാരണ സാർ പിന്നെ എന്നെ ഒന്നും പറയുമില്ലായിരുന്നു. അതല്ലല്ലോ അതിന് ശരി. നിന്റെ മേലധികാരിയായ സദാനന്ദൻ വക്കീൽ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു.
കൃത്യനിഷ്ഠയോടെ അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, നട്ടാൽ കുറുക്കാത്ത കള്ളം പറയുകയും ചെയ്തു. 2 വലിയ തെറ്റുകളാണ് നീ ചെയ്തിരിക്കുന്നത്. അതിന് ദോഷം ഞാൻ സഹിച്ചു. തീർന്നല്ലോ. ഒരാവശ്യം വന്നപ്പോ ഭാര്യയുടെ കാല് വരട്ട് പിന്നെ നിന്ന് ന്യായം പറഞ്ഞോണ്ടിരിക്കുന്നു നോക്കി. ശരി, ഇപ്പൊ ഞാനായ തെറ്റുകാരൻ. നിന്റെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ച മറച്ചു വയ്ക്കാൻ എന്റെ മുകളിൽ കുതിര കയറുന്നത് എവിടത്തെ ന്യായമാണ്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മറവി എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കുള്ള ഒരു കാര്യമാണ്. അതെങ്ങനെ മോഹനട്ട തെറ്റാവുന്നത്? ഭാമേ, ഞാൻ പറഞ്ഞല്ലോ, നിന്റെ മേലധികാരിയാണ് സദാനന്ദൻ വക്കീൽ. അദ്ദേഹം പറയുന്നത് അനുസരിക്കുക എന്നുള്ളതും അദ്ദേഹം ഏൽപ്പിക്കുന്ന ജോലികൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതും നിന്റെ ഉത്തരവാദിത്തമാണ്. വെറുതെ മറന്നുപോയി എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ റോഡിന്റെ നടുക്ക് ആളുകൾ നിൽക്കുന്നത് കണ്ടിട്ടും വണ്ടി നിർത്താതെ ആളുകൾ ഇടിച്ചു കൊന്നിട്ട് പോയിട്ട് അയ്യോ ബ്രേക്ക് വിട്ടാ മറന്നുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്താ കുഴപ്പം? നീ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ അധികമായാൽ കൃത്യനിഷ്ഠയും പ്രശ്നമാണ് എന്ന്. എന്നിട്ട് നീ എന്താ ചെയ്തത്? ഇന്നലെ വൈകിട്ട് ചെയ്യേണ്ട ജോലി ഇതുവരെ ചെയ്തിട്ടില്ല. അത് മോഹനന്റെ പ്രശ്നമാണോ? പിന്നെ എന്തിനാണ് അത് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത്? എന്റെ പ്രശ്നമാണ്. നാട്ടുകാർ മുഴുവൻ മാതൃകയാക്കി മാറ്റിയ കൃത്യനിഷ്ഠക്കാരനായ കെ മോഹനകൃഷ്ണൻ സാറിന്റെ ഭാര്യ ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയാൽ അതിന്റെ ദോഷം എനിക്ക് തന്നെയാണ്. അത് മാത്രമല്ല, ഒരു ഗാന്ധിയനായ കെ മോഹനകൃഷ്ണൻ സാറിന്റെ ഭാര്യ നുണ പറഞ്ഞു എന്ന് നാട്ടുകാർ അറിഞ്ഞാലോ? ഓ, പറയുന്ന കേട്ടതൊന്നും മോഹനട്ടർ ഇന്നേ വരെ ഒരു നുണയും പറഞ്ഞിട്ടില്ല. ഞാൻ നുണ പറയാറില്ലല്ലോ. എത്രയോ പ്രാവശ്യം ഞാൻ കേട്ടിരിക്കുന്നു. എത്ര പ്രാവശ്യം? അങ്ങനെ വെറുതെ പറഞ്ഞ പോരാ, തെളിവാണ്. ഞാൻ ഇന്നുവരെ ഒരു നുണ പറഞ്ഞു എന്നുള്ളത് തെളിയിക്കാമെങ്കിൽ നീ പറഞ്ഞതൊക്കെ ന്യായമാണ് എന്ന് ഞാൻ സമ്മതിച്ചേക്കാം. വലിയ വക്കീലാണല്ലോ, തെളിയിക്കുക, കാണട്ടെ. ഒന്ന് അപ്പുറത്തേക്ക് പോകുന്നുണ്ടോ? എനിക്കൊന്ന് തേക്കണം. ഈ നാട്ടിൽ മറ്റെല്ലാ മനുഷ്യർക്കും കൃത്യനിഷ്ഠയുണ്ട്, നീ ഒരാൾ ഒഴികെ. പക്ഷെ അത് സമ്മതിച്ചിട്ട് നീ തയ്യാറല്ല. പോട്ടാ, ഫോൺ എടുക്ക്, ചെല്ല്. നീ ഏറ്റെടുത്ത എന്തെങ്കിലും കാര്യം ചെയ്യാതിരുന്നതിന്റെ പേരിൽ വഴക്കു പറയാൻ ആരെങ്കിലും വിളിക്കുന്നതാവും. അയ്യോ, എനിക്ക് വയ്യ വല്ലവരുടെയും വായിരിക്കുന്നത് കേൾക്കാനായിട്ട്. നീ തന്നെ പോയെടുക്ക്, പോകൂ. ഇതൊരു വല്ലാത്ത ഭ്രാന്ത് തന്നെയാണ്. പോയി കേൾക്കൂ. കൈലാലിച്ചിരുന്നിക്ക്. ഹലോ, അതെ. നമസ്കാരം സർ. മോനേട്ടുണ്ട്, ഞാൻ കൊടുക്കാം. മോനേട്ടാ, ഇപ്പൊ ഒരു സാർ. ഓ, ആരാണ്? തഹസിൽദാരാ. ഹലോ. അതെ സാർ, മോഹനകൃഷ്ണ. സഹദേവൻ അത് ഇന്നലെ വൈകുന്നേരം പറഞ്ഞത്. ഇന്ന് രാവിലെ തന്നെ കേശവ സാറിനെ കണ്ട് ഫയൽ വാങ്ങാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അറിയാം സാർ, ഞാൻ നോക്കിക്കോളാം. ശരി സാർ. 8:30 കഴിഞ്ഞു. രാവിലെ 7 മണിക്ക് മുന്നേ ഇവിടെ വരണമെന്ന് ഞാൻ പറഞ്ഞതാ. ഉത്തരവാദിത്വ ബോധമില്ലാത്ത വർഗം. ആര്? താലൂക്ക് ഓഫീസിലെ സഹദേവൻ ഇന്നലെ എന്നെ വിളിച്ച് കേശവൻ സാറിന്റെ അടുത്തുനിന്ന് ഒരു ഫയൽ വാങ്ങി ഇന്ന് താലൂക്ക് ഓഫീസിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞത് വൈകിട്ട് 6 മണിക്ക്. 6 മണി കഴിഞ്ഞ് കേശവ സാറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് എങ്ങനെയാ? അതുകൊണ്ട് ഉത്തമനെ വിളിച്ച് ഇന്ന് രാവിലെ തന്നെ ഫയൽ വാങ്ങണം എന്ന് പറഞ്ഞു. മണി 8:30 കഴിഞ്ഞു. ഉത്തമന്റെ പൊടി പോലുമില്ല. മോനട്ട കുറച്ചു മുന്നേ പറഞ്ഞ എന്തായിരുന്നു മോനട്ട? ഈ നാട്ടിൽ കൃത്യനിഷ്ഠയില്ലാത്ത ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാവരും ഭയങ്കര കൃത്യനിഷ്ഠക്കാരാണ് എന്നല്ല എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇപ്പോഴാ ഉത്തമനെ നാട്ടുകാരനല്ലേ? നാട്ടുകാരൊക്കെ തന്നെ. പക്ഷെ നീ ആയിട്ട് തന്നെ അടുപ്പല്ലേ, നിന്നെ കണ്ടുപിടിച്ചാവും. എന്നെ കണ്ടാണ് പഠിച്ചതെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതെന്തായാലും കൊള്ളാം, നന്നായിട്ടുണ്ട്.
ഈ നാട്ടുകാരൻ മുഴുവനും മോഹനേട്ടന്റെ ഫാൻസ് ആണ് എന്ന് പറയുന്ന അതേ മോഹനേട്ടൻ തന്നെ പറയുന്നു ഉത്തമൻ എന്നെ കണ്ടാണ് പഠിക്കുന്നത് എന്ന്. ഇതിനെയാണ് നമ്മൾ അവസരവാദം എന്ന് പറയുന്നത്. മോഹനേട്ടാ, ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അവസരവാദി ആരാണെന്ന് അറിയാമോ? അത് മോഹനേട്ടനാ. ഹലോ ഉത്തമ, ഞാനാ. മനസ്സിലായി സാറേ. ഉത്തമനോട് ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഉത്തമൻ ഓർമ്മ വേണ്ട? അത് പിന്നെ സാറേ, പറയുന്ന വാക്ക് പാലിക്കുകയും കൃത്യനിഷ്ഠ അങ്ങേയറ്റം പുലർത്തുകയും ചെയ്യുന്ന ഒരു വില്ലേജ് ഓഫീസറാണ് കെ മോഹനേഷ് സാർ. ഉത്തമന് വാക്കിന് വിലയില്ലാത്തത് കൊണ്ട് ഞാൻ നാണം കണ്ടേണ്ട കാര്യം എന്താണ്? എന്താണ് സാറേ പ്രശ്നം? കേശവൻ സാറിന്റെ വീട്ടിൽ പോയി ഒരു ഫയല് വാങ്ങി രാവിലെ ഇവിടെ കൊണ്ടുവന്ന് തരാമോ എന്ന് ഞാൻ ഉത്തമനോട് ചോദിച്ചിരുന്നോ? എന്നിട്ട് എന്തുകൊണ്ട് ഉത്തമൻ അത് ചെയ്തില്ല? ആര് പറഞ്ഞു ചെയ്തില്ല എന്ന്? എവിടെ? സാറേ, ഞാൻ രാവിലെ 6:30 മണിയായപ്പോ കേശവ സാറിന്റെ വീട്ടിൽ എത്തിയതാണ്. അപ്പോ സാറിന്റെ ഭാര്യ പറഞ്ഞു സാർ എണീറ്റില്ല എന്ന്. പിന്നെ സാർ എണീക്കുന്നവരെ ഞാൻ കാത്തു നിന്നു. 7:15 സാർ എണീറ്റു. ഫയല് എന്റെ കൈ തന്നു. ഞാന് അതുമായിട്ട് സാറിന്റെ വീട്ടിലോട്ട് വന്നോണ്ടിരിക്കുകയാണ്. സാറേ 10 മിനിറ്റിൽ അവിടെ എത്തും. ഹലോ ഹലോ. ഉത്തമൻ പെട്ടെന്ന് വാ, നമുക്ക് ചില കണക്കുകൾ തീർക്കാനുണ്ട്. എന്ത് കണക്ക്? അതൊക്കെ ഉത്തമൻ വരവ് പറഞ്ഞുതരാം. വേഗം വാ. ശരി. ഭഗവാനെ, പ്രകാശനാണല്ലോ. ഇപ്പൊ അവൻ എന്നെ കണ്ട പ്രശ്നമാവും. രക്ഷപ്പെടുന്നതാണ് നല്ലത്. കൃത്യനിഷ്ഠയ്ക്കും സത്യത്തിനും ഈ ലോകത്ത് വിലയുണ്ട് എന്ന് ഇന്ന് നീ മനസ്സിലാക്കും. ഇതുവരെയായിട്ട് കൃത്യനിഷ്ഠ നമ്മൾ പിടിപെട്ടിട്ടില്ല. ഇല്ല. നിന്റെ അഹങ്കാരം തീരുന്നത് എന്റെ ഈ 2 കണ്ണുകൊണ്ട് കാണുന്നത് വരെ ഞാൻ നിർത്തില്ല. ഷർട്ടും മുണ്ട് ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കാപ്പി എടുത്തുതരാം. അത് കഴിഞ്ഞ് കൃത്യസമയത്ത് ആഫീസിൽ പോവാൻ നോക്ക്. ഇനി ഞാൻ കാണുന്ന സാറിന്റെ കൃത്യനിഷ്ഠ തെറ്റണ്ടേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. കേശവൻ സാറിന്റെ ഫയലുമായി ഉത്തമനൊന്ന് വന്നോട്ടെ. പിന്നെ നിന്റെ പൊടി പോലും കാണില്ല. സാറേ, നമസ്കാരമുണ്ട് സാറേ. ഞാൻ വൈകില്ലല്ലോ അല്ലേ? വൈകി 10 മിനിറ്റിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോ 13 മിനിറ്റ് കഴിഞ്ഞു. അത് പിന്നെ സാറേ, ഇടയ്ക്ക് എനിക്ക് റൂട്ടൊന്ന് മാറ്റി പിടിക്കേണ്ടി വന്നു. ഒരു ചെറിയ പ്രശ്നം, അതാണ് 3 മിനിറ്റ് വൈകിയത്. കേട്ടോ, ഞാൻ ഒരു കൃത്യനിഷ്ഠക്കാരനാണ് എന്ന് ഉത്തമൻ അറിയാമല്ലോ. പിന്നെ ഈ കൃത്യനിഷ്ഠ കണ്ടുപിടിച്ചതുപോലെ കെ മോഹനേഷ് സാറല്ലേ? ഞാൻ സത്യം മാത്രം പറയുന്ന ഒരു ഗാന്ധിയനാണെന്ന് ഉത്തമൻ അറിയാമല്ലോ. അയ്യോ, അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? നാട്ടില് പലരും സാറിനെ ഗാന്ധിയൻ വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാർ എന്നല്ലേ വിളിക്കുന്നത് എന്നെ. നമസ്കാരം. നമസ്കാരം. അങ്ങനെ സത്യസന്ധനും കൃത്യനിഷ്ഠക്കാരനുമായ കെ മോഹനേഷ് സാറിന്റെ ഭാര്യയ്ക്ക് അത്തരം ഗുണങ്ങളൊന്നും കിട്ടാതെ പോയത് എന്തുകൊണ്ടായിരിക്കും ഉത്തമ? അല്ല, അത് ഞാൻ ഇത് കേശവൻ സാർ കൊടുത്തുവിട്ട ഫയൽ. ഞാൻ പറഞ്ഞതുപോലെ രാവിലെ 6:30 തന്നെ ഉത്തമൻ കേശവൻ സാറിന്റെ വീടിനരികിലെത്തി. കേശവൻ സാർ ഉണരാൻ വൈകിയത് കൊണ്ട് മാത്രമാണ് ഉത്തമനും വൈകിപ്പോയത്. ശരിയല്ല? പിന്നെ ഏതാണ്ട് 1 മണിക്കൂർ അടുപ്പിച്ച് ഞാൻ അവിടെ നിന്ന് സാറേ.
കെ മോഹനേഷ് സാർ ഒരു കാര്യം പറഞ്ഞേൽപ്പിച്ചിട്ട് അത് സാധിക്കാതെ വരുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഉത്തമ, ഓഹോ, ഉത്തമൻ വരാൻ വൈകിയപ്പോൾ ഈ നിൽക്കുന്ന വക്കീൽ എന്തൊക്കെയാണ് പറഞ്ഞതറിയാമോ? ഞാനത് പറഞ്ഞു. ഞാൻ പറയാം. ഉത്തമൻ വരാൻ താമസിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഈ നിൽക്കുന്ന സത്യഭാമ വക്കീൽ പറയുകയാണ്, ആ ഉത്തമന് തീരെ കൃത്യനിഷ്ഠയില്ല. ഈ നാട്ടിൽ കൃത്യനിഷ്ഠയില്ലാത്ത ഒരേ ഒരാൾ ആ തൊപ്പിക്കാരൻ ഉത്തമനാണെന്ന്. വക്കീലേ, ഉത്തമൻ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ സാറതാ പറഞ്ഞതാ. ഉത്തമൻ കൃത്യസമയത്ത് കേശവൻ സാറിന്റെ അടുത്ത് പോയില്ലല്ലേ എന്ന് നീ പറഞ്ഞില്ലേ? പോയില്ല എന്ന് പറഞ്ഞില്ലേ? നീ അല്ല, പോയില്ല നീ പറഞ്ഞില്ലേ? അല്ല, അത് മോഹനന്റെ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. ഉത്തമൻ ഈ നാട്ടുകാരനല്ലേ? ഉത്തമൻ ഈ നാട്ടുകാരല്ലേ എന്ന് നീ ചോദിച്ചില്ലേ? ചോദിച്ചു. കേട്ടല്ലോ, ആ, കേട്ടല്ലോ. ആ. ഈ നാട്ടിൽ ഇവളൊഴികെ എല്ലാവർക്കും കൃത്യനിഷ്ഠയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ അപ്പോഴാണ് ഇവള് ചോദിച്ചത്, എന്താ ഉത്തമൻ ഈ നാട്ടുകാരനല്ലേ എന്ന്. എന്താണ് അർത്ഥം? എന്താണ് സാറേ? ഉത്തമന് കൃത്യനിഷ്ഠയില്ലെന്ന്. ആ, വക്കീൽ എന്തായാലും ഇതൊരുമാതിരി അന്യായമായി പോയി. വക്കീൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ കൃത്യമായി ചെയ്തു തരുന്നുണ്ടല്ലോ. എന്നിട്ട് എന്റെ അടുത്ത് ഇമ്മാതിരിയുള്ള പരിപാടി. ഞാൻ അങ്ങനെയല്ല. പോയി ഫോൺ എടുക്ക്, ചെല്ല്. ആ സാറേ, ഉത്തമൻ ഇന്ന് എനിക്ക് ചെയ്തെന്ന് വലിയൊരു ഉപകാരമാണ്. ഈ കൃത്യനിഷ്ഠ ഭാവിയിലും സൂക്ഷിക്കണം. ഓ ഓ ഓ ഓ ഇന്ന് ഈ ചെയ്ത ഉപകാരത്തിന് ഞാൻ ഉറപ്പായിട്ടും പ്രതിപാദിച്ചു തിരിക്കും. സന്തോഷമായി? സന്തോഷം, സന്തോഷം. ആ, ശരി 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 ശരി. എന്തൊരു നല്ല മനുഷ്യ. എന്നാലും വക്കീൽ അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാ ഈശ്വര പ്രകാശൻ. ശരി, ഞാനൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ഉത്തമന് നിന്നെ പറ്റി ശരിക്കും മനസ്സിലായിട്ടു. മോഹനന്റെ പച്ചക്കള്ളം പറഞ്ഞതല്ലേ? ഉത്തമൻ അത് വിശ്വസിക്കാനേ പോകുന്നില്ല. ഉത്തമൻ എന്നെ നന്നായിട്ട് അറിയാം. ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല. പറഞ്ഞതൊക്കെ സത്യമാണ്. സാറേ, അത് പിന്നെ സാർ ഒരു പ്രശ്നമുണ്ട്. സാറിന്റെ ഒരു സഹായം എനിക്കിപ്പോ വേണം. എന്താ? ആ പ്രകാശൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അവനൊരു 2000 രൂപ കൊടുക്കാനുണ്ട്. മെനിയാന്നാണ് കൊടുക്കേണ്ട തീയതി. പക്ഷെ പൈസ കിട്ടിയില്ല. ഇപ്പൊ പ്രകാശ് എന്നെ കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ്. അവൻ വായി തോന്നി ഇതൊക്കെ വിളിച്ച് പറയുകയും ചെയ്യും. എന്റെ സ്കൂട്ടർ മുറ്റത്തിരിപ്പുണ്ട്. അത് ഇപ്പൊ എടുത്തോണ്ട് പോകാൻ നോക്കി കഴിഞ്ഞാൽ അവൻ എന്നെ കാണും. തൽക്കാലം സാറേ, തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഒളിക്കാൻ ഒരു സ്ഥലം തരണം. പിന്നെ സാറേ, പിന്നെ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയുകയും ചെയ്യരുത്. പക്ഷേ വേണ്ട 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 സാർ, ഒന്നും പറയണ്ട. ഇത്തിരി നേരത്തെ സാർ പറഞ്ഞില്ലേ ഈ സഹായത്തിന് പ്രത്യുപകാരം ചെയ്യാന്ന്. ഇപ്പോഴാണ് എനിക്ക് സാറിന്റെ സഹായം വേണ്ടത്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പ്രകാശന്റെ പൈസ കൊടുത്തോളാം. സാറ് സഹായിച്ചേ പറ്റൂ, വേറെ ഒന്നും പറയരുത്. ഞാൻ അതുകൊണ്ട് അവിടെ മോനേട്ടാ, മോനേട്ടാ എന്താ പ്രകാശനോട് പറയാൻ പോന്നേ? പ്രകാശം വരുന്നത് ഒരു മുന്നാധാരത്തിന്റെ പകർപ്പായിട്ടാണല്ലോ. അതായിരിക്കും. പക്ഷേ ഉത്തമന്റെ കാര്യം ചോദിച്ചാൽ എന്തു പറയും? ഉത്തമനെ സഹായിക്കുന്ന ഞാൻ വാക്ക് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഉത്തമനോട് വന്ന കാര്യം ഞാൻ പറയില്ല. ഒരു ഗാന്ധിയനായ മോഹനേട്ടൻ കള്ളം പറയാൻ പാടില്ല. കള്ളം പറയുന്നതിന് തെളിവ് വേണമെന്നല്ലേ നേരത്തെ എന്നോട് പറഞ്ഞത് അല്ലേ? ശരിയാക്കി തരാം. മോഹനേട്ടാ, ഈ മൊബൈൽ ഫോണില് എന്തും റെക്കോർഡ് ചെയ്യാം. ഞാൻ സത്യഭാമ മോഹനകൃഷ്ണ സാറിന്റെ കൂടെ അങ്ങോട്ട് വരും. മോഹനേട്ടൻ പറയുന്നെല്ലാം എന്നിട്ട് റെക്കോർഡ് ചെയ്യും. അതോടെ അതൊരു തെളിവാകുമല്ലോ. ഞാൻ കള്ളം പറഞ്ഞല്ലേ? നമുക്ക് നോക്കാം. ഉത്തമനെ പറ്റി പ്രകാശൻ ചോദിക്കുമ്പോ മോഹനേട്ടൻ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. സത്യം പറഞ്ഞ ഉത്തമന് കൊടുത്ത വാക്ക് തെറ്റും. കള്ളം പറഞ്ഞാൽ ഞാനിതിൽ റെക്കോർഡ് ചെയ്ത് തെളിവാക്കും. ആലോചിച്ചിട്ട് കാര്യമില്ല മോഹനേട്ട. മോഹനേട്ട പെട്ടു. ചെല്ല, ഇതെന്റെ കയ്യിലുണ്ടെന്ന് ഓർമ്മയുണ്ടല്ലോ.
നമസ്കാരം സാർ. നമസ്കാരം. ഇത് വക്കീലിന്റെ സ്കൂട്ടറാണോ? നല്ല പരിചയമുള്ള വണ്ടി പോലെ തോന്നുന്നു. ഇതാരുടെ സ്കൂട്ടറാണെന്ന് അന്വേഷിക്കാനാണോ പ്രകാശൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല സാർ, മുന്നാധാരത്തിന്റെ പകർപ്പ് കൊണ്ടുവരാൻ സാറ് പറഞ്ഞിരുന്നു. ഞാൻ അതുമായി വന്നതാ. വില്ലേജ് ഓഫീസിൽ കൊണ്ടുവന്ന് തരണമെന്ന് വിചാരിച്ചതാ. പക്ഷേ 10 മണിക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ടാ. കുഴപ്പമില്ല. എന്നാലും ഈ സ്കൂട്ടർ... അയ്യോ, ഇത് എന്റെ സ്കൂട്ടർ അല്ല. എന്റെ സ്കൂട്ടർ പുറകുവശത്തിരിക്കുക. അപ്പൊ പിന്നെ ഇത് ആരുടെ സ്കൂട്ടറാ? എന്റെ വീടിന്റെ മുറ്റത്തിരിക്കുന്ന ഒരു സ്കൂട്ടർ ആരുടേതാണ് എന്ന് ഞാൻ പ്രകാശനോട് പറയേണ്ട കാര്യമുണ്ടോ? ഈ സ്കൂട്ടർ പ്രകാശന്റെ വീടിന്റെ മുറ്റത്തിരിക്കുകയാണെങ്കിൽ പ്രകാശനെ ചോദിക്കാം. പക്ഷെ ഇവിടെ പറ്റില്ല. കൈവശ അവകാശ സർട്ടിഫിക്കറ്റ് ഈ ആഴ്ച തന്നെ വേണമെന്നല്ലേ പ്രകാശൻ പറഞ്ഞത്? അതെ സാർ. ശരി, അപ്പൊ കൂടുതൽ സമയം കളയാതെ പ്രകാശൻ പോവാൻ നോക്ക്. ശരി സാർ. പ്രകാശ, ഉത്തമനെ പ്രകാശം കാണാറുണ്ടോ? അവരെ ഞാൻ 3 ദിവസമായി അന്വേഷിക്കുക. എന്തുപറ്റി? എനിക്കൊരു 2000 രൂപ തരാനുണ്ട്. ആണോ? എവിടെയെങ്കിലും വെച്ച് അവന്റെ കണ്ണും പെടും. അന്നവന്റെ അവസാനോ? ആഹാ, അത് കൊള്ളാം. മോഹനേട്ടൻ ഉത്തമൻ തമ്മിൽ അടുപ്പത്തെ കുറിച്ച് പ്രകാശൻ അറിഞ്ഞൂടെ? മോഹനോട് ചോദിച്ചാൽ അറിഞ്ഞൂടെ ഉത്തമൻ എവിടെയാണെന്ന്? സാറിനറിയാമോ ഉത്തമൻ എവിടെ ഉണ്ടെന്ന്? എനിക്ക് ആ പൈസ കിട്ടിയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്കും മോഹനേട്ട ഉത്തമൻ എവിടെയാണെന്ന്. അതല്ല, ഉത്തമൻ എവിടെയാണെന്ന് മോഹനേട്ടൻ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറ. സാറേ, സാറിനറിയാമോ സാറേ? ഉത്തമൻ പ്രകാശന് തരാനുള്ളത് എത്ര രൂപയാണെന്നാ പറഞ്ഞത്? 2000 രൂപ. ആ പൈസ ഞാൻ തന്നെ. ഇന്ന് ഉച്ച കഴിഞ്ഞ് വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. സന്തോഷമായല്ലോ? ആയി സാർ, വലിയ ഉപകാരം. അല്ല അല്ല അല്ല, ഉത്തമൻ എവിടെയാണെന്നോ പ്രകാശൻ അറിയണ്ടേ? പ്രകാശൻ അറിയിക്ക്. എന്തിന്? ഉത്തമൻ ഇനി എവിടെ ആയാലും എനിക്കെന്താ? എനിക്ക് എന്റെ കാശ് കിട്ടിയാ മതി. അല്ല, മോനിഷ സാറ് അത് ഏറ്റ സ്ഥിതിക്ക് എനിക്കിപ്പോ ഒന്നും പേടിക്കാനില്ല. ഞാൻ ഉച്ചയാകുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വന്നേക്കാം. അല്ല, ശരി. അത് പ്രകാശ. എന്തായി? നിന്റെ അഭ്യാസം മുഴുവൻ കഴിഞ്ഞു? കളി എന്റെ അടുത്ത് വേണ്ട. നമസ്കാരമുണ്ട് സാർ. ഉപകാരം. വക്കീലെ ആള് കൊള്ളാം കേട്ടാ. എന്നെ കയ്യോടെ പിടിച്ചു കൊടുക്കാൻ നോക്കിയതാണല്ലേ? ഇവിടെ ഞാൻ വക്കീലിനോട് ദ്രോഹമാണ് ചെയ്തത്. ഞാൻ അങ്ങനെ വേണ്ട വേണ്ട ഒന്നും പറയണ്ട. എനിക്ക് ഇപ്പൊ മനസ്സിലായി. മോനേഷ് സാർ നേരത്തെ പറഞ്ഞത് എല്ലാം സത്യമാണ്. അയ്യോ, അത് സത്യമല്ല. കൂടെ നിന്നിട്ട് പാര വയ്ക്കുന്ന പരിപാടിയാണ് വക്കീലിന്റെ കയ്യിലല്ലേ? മേലിൽ ഒരാവശ്യത്തിനും വക്കീൽ എന്നെ വിളിക്കരുത്. ഒരു ചെറിയ സഹായം പോലും ഞാൻ ചെയ്യൂല. മോനേഷ് സാർ, ഒരുപാട് നന്ദിയുണ്ട് സാറേ. മനസ്സിൽ സൂക്ഷിക്കും. പിന്നെ ആ പ്രകാശന് കൊടുക്കാനുള്ള പൈസ ഒരാഴ്ചക്ക് ഞാൻ തരാം. സത്യമായിട്ട് തരാം, കൃത്യമായിട്ട് തരാം. ഞാൻ പൊയ്ക്കോട്ടെ സാറേ? പൊയ്ക്കോ. എന്നാലും വക്കീലെ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞതൊക്കെ നിന്റെ ഈ ഫോണിൽ കാണുമല്ലോ. ഒന്ന് കേൾക്കട്ടെ. അല്ല, ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞെന്ന് അറിയാലോ. തോറ്റെങ്കിൽ തോറ്റൻ സമ്മതിക്ക് ഭാമേ. ഇപ്പൊ ഞാൻ കുഞ്ഞായിട്ടൊന്നും തോറ്റിട്ടുണ്ടാവും, ചെറുതായിട്ടും. പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ മോനട്ടെ എന്റെ കിട്ടും. അന്ന് ഞാൻ ശരിയാക്കി തരാം. പറഞ്ഞു വരുമ്പോൾ സത്യഭാമ നാട്ടിലെ മുന്തിയ വക്കീലായിരിക്കും. പക്ഷേ മോഹനകൃഷ്ണനും ആൾ അശേഷം മോശമല്ല. ഭാര്യയുടെ വെല്ലുവിളികളെ ശക്തമായി നേരിട്ട് സാമർഥ്യം തെളിയിച്ച വില്ലേജ് ഓഫീസറെ അഭിനന്ദിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.